ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജംഷാദ് വ്ളോഗ്സ്. അപ്പൊ ഞങ്ങൾ ഡൽഹിയിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുന്നതായിരിക്കും. ലഞ്ചോ അപ്പൊ ഞങ്ങൾ ഡൽഹി പോകാട്ടോ. ഇപ്പൊ എയർപോർട്ടിലേക്ക് പോവാണ്. ഞങ്ങളെ ഇറക്കി തരാൻ ഞങ്ങളെ ചീരുണ്ട്, പിന്നെ ഉണ്ണിയുണ്ട്, പിന്നെ ഒരാള് ഫോണ്, പിന്നെ ഒരാളോടെ ഉണ്ട് ഫായിസ്. ഹായ്. പിന്നെ ഞങ്ങൾ ഇതുവരെ വീഡിയോന്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഫസ്റ്റ് ടൈം വരെ ആയൊക്കെ കൊടുക്കണോ, ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് വെക്കുക. അപ്പൊ എന്തായാലും ഞങ്ങള് പ്ലാൻ ചെയ്ത പോലെ ഞങ്ങള് ട്രിപ്പ് ഏതായാലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്ക്. ഇൻഷാ അല്ലാഹ് ബാക്കി വഴിയെ വരുന്നേക്കിട്ടോ. ചീര നല്ല മധുകൂത്തൊക്കെ ഉണ്ടാക്കാൻ അറിയാട്ടോ. നമുക്ക് ഈ നാട്ടിൽ ഇനി തിരിച്ചു വന്നിട്ട് എന്റെ പുരേന്ന് ചീര നമുക്ക് മധുകൂത്ത് ഉണ്ടാക്കി തരും. അങ്ങനെ പറഞ്ഞു ഞങ്ങളൊന്ന് പോയച്ചും വരാം. ഓക്കെ. അപ്പൊ ഇവിടെ മറ്റേ എയർപോർട്ടിൽ ഇങ്ങനെ മറ്റേ എൻട്രൻസിലാണ് കേട്ടോ ഉള്ളത്. എൻട്രൻസിൽ വരിക്കുക. ഇനി വരിയൊക്കെ നിന്ന് സെക്യൂരിറ്റി, ഇവിടുത്തെ ചെറിയ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ടിക്കറ്റൊക്കെ കാണിച്ചതിൻ്റെ ഉള്ളിൽ കയറും. സെക്യൂരിറ്റിക്ക് പാസ്പോർട്ട് അല്ല, ആധാർ കാർഡൊക്കെ കാണിച്ചെടുത്ത് ഞങ്ങൾ ആ ഉള്ളിൽ കയറി. മറ്റേ ഇൻ്റർനാഷണൽ ഭാഗവും ഡൊമസ്റ്റിക് ഭാഗവും മാറിപ്പോയി. ആദ്യം ഞങ്ങൾ ഇൻ്റർനാഷണൽ ഭാഗത്തേക്കാരും പോയി. പിന്നെ മറ്റേ ഫൈസ് പറഞ്ഞു ഞങ്ങളോട് അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ്. അങ്ങനെ ആ ബോർഡ് അപ്പോഴാണ് ഞങ്ങൾ കണ്ട്. അങ്ങനെ ഇനി ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം. ബോർഡിംഗ് പാസ് സെഷനിലേക്ക് പോവാം. ഈ ബോർഡിംഗ് പാസ് എടുക്കാൻ പോവാം കേട്ടോ. സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. അവിടെ ഇരിക്കുന്ന ചേട്ടൻ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് സെറ്റാക്കി തരുമ്പോൾ മൂപ്പരോട് വെച്ച് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ വിൻഡോ സീറ്റ് തന്നെ തരുമോ. അങ്ങനെ ആവും. അതിനെന്താ തരാല രണ്ടാക്കും ബോർഡിംഗ് പാസും അടിച്ചെന്ന്. ഇനി സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്കാണ്. ഇനി സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട് മെയിനായിട്ട്. അതാണ് ഇടങ്ങേറ്. നമ്മളെ കയ്യിലുള്ള ഹാൻഡ് ബാഗിലുള്ള എല്ലാ സാധനവും എടുത്തിട്ട് വലിച്ച് ഇടങ്ങേറാക്കിയിട്ടുള്ള സെക്യൂരിറ്റി ചെക്കിങ്. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അതാ അഞ്ച് വരുന്നുണ്ട്. ഹായ്, ഹാപ്പി ആണോ? ആണോ? ഓക്കെ. അപ്പൊ ഇനി എന്താ പരിപാടി നമ്മളെ? Good evening, ladies and gentlemen. This is a patient call for Indigo Delhi passenger Mr. Vipin Kumar. Mr. Vipin Kumar, kindly report gate number 5 immediately. Thank you. ഏതോ വിപിൻ കുമാർ വന്നില്ല, ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് എത്തിയില്ല. അപ്പോൾ ഒരു ഫ്ലൈറ്റ് ഓന് വേണ്ടി കാത്തൊക്കെയാണ്. വിപിൻ കുമാർ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ മൈക്രോ പോയിന്റുമായിട്ട് ബന്ധപ്പെടാം. മേക്കപ്പിന്റെ റൂം വെച്ചപ്പോൾ ഞമ്മക്ക് പിന്നെന്താ ഒരു കുറവ്. അങ്ങനെ ഞാനും പോയി ഞങ്ങളെ വാഷ്റൂമിൽ അവിടെ പോയിട്ട് കണ്ണാടിന്റെ മുന്നിൽ നാട്ടും കോട്ടും തിരിഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ഒരാളെ കിട്ടി. ഇത് നമ്മളെ പൊരിന്റെ അടുത്തുള്ള TTC-നാണ്. കേട്ടോള് അബുദാബി. അപ്പൊ അബുദാബിക്ക് ബാംഗ്ലൂർ വഴി കണക്ഷൻ ഫ്ലൈറ്റ് പോവാട്ടോ ആശാൻ. അപ്പൊ ബാംഗ്ലൂരും ഡൽഹിക്കും ഒക്കെ ഉള്ള എല്ലാ ഫ്ലൈറ്റും വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെ. അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കും. അപ്പൊ യാത്ര വരെയാണ്. നാട്ടിൽ നിന്ന് പിന്നെ പണിക്ക് പോവുകയാണ്. 2 കഴിഞ്ഞിട്ടല്ലേ വരും. 2 വർഷത്തിന് ശേഷം എല്ലാരും കാണാം. TTC-നാണ് എല്ലാരും ആത്മാർത്ഥമായ ഹൃദയം നിറഞ്ഞ മറ്റേ ആചാര ബഹുഭൂതിയായ ഫോട്ടോ എടുക്കാൻ വേണ്ടി TTC-നെ കഷ്ടപ്പെടാട്ടോ. ഇത് ഗൾഫ് പോകുമ്പോ മറ്റേ ഫോട്ടോ ഉണ്ടല്ലോ, കാല് കയറ്റി വെച്ച് പാസ്പോർട്ട് വെച്ചിട്ടുള്ള ഫോട്ടോ. അഞ്ചോ ഹായ്. അഞ്ചിനെ കാണാൻ രസമുണ്ടാ ഗൈസ്? അഞ്ച് സുന്ദരിയല്ലേ? സുന്ദരി ആയിട്ടുണ്ട്. അഞ്ച് സ്നാപ്പ് എടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഫായിസ്. ഇവന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളെ കൂടെ ട്രാവൽ ആയതാട്ടോ. ഞങ്ങൾ വരുന്നതിന്റെ അന്ന് ഓനും 15-ാം തീയതി ഡൽഹിക്ക് ടിക്കറ്റ് എടുത്തിനാലേ. അപ്പം ഒരു അൺഎക്സ്പെക്റ്റഡ് അത്. ഇവന് രണ്ടാമത്തെ അൺഎക്സ്പെക്റ്റഡ് ബാംഗ്ലൂർക്ക് പോവുക. പ്രവാസിയാവാൻ പോവാ. അല്ലടാ, നാട് വീടും വിട്ട് പോകുമ്പോ എനിക്കെന്താ നമ്മളെ നാട്ടുകാരോട് പറയാനുള്ളത്? പറഞ്ഞോ. നാട്ടിലുണ്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. രക്ഷപ്പെടുക, എവിടെയും പോയി രക്ഷപ്പെടുക. കുറെ ആടൊന്നും ഇങ്ങനെ തിരിഞ്ഞടിച്ചിട്ട് ഒരു കാര്യം മടുത്ത്
ഇനി പോയി ജീവിക്കാൻ രക്ഷപ്പെടുക, പെണ്ണിട്ടാണ് അതല്ലേ ഇതിന്റെ ലക്ഷ്യം? ലക്ഷ്യം പെണ്ണിട്ട. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് എന്റെ നിക്കാണ്ടാവും. ഇൻഷാ അല്ലാഹ്. അപ്പൊ സിനാന്റെ കുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ബെല്ലൈക്കണം ഞെക്കണേ. പ്രവാസിയാവുന്ന ഒറ്റ കാര്യം പറയാം, പറ്റെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ വേഗം വരിക. ഒരു കാര്യമില്ല. ഓക്കെ, പ്രവാസിയായ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പറയുന്നത്. ഒരു അവിടെ പോയിട്ട് അത് പറ്റും തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുക. പറ്റൂല തന്നെയാണ് തോന്നുന്നെങ്കിൽ, അതായത് തീരെ മെന്റലി പിന്നെ ഫിസിക്കലി ഒന്നും തീരെ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് പോരുക. എന്റെ ഉമ്മ കേട്ടോ ഇന്നെ തല്ലോ, ചെറിയ ഗൾഫ് പറഞ്ഞു വെച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് മനസ്സ് മാറ്റിന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും നന്നായി വാ, ഉഷാറായി വാ. അതില് ഈ ഇറങ്ങുമ്പോ മൗലൂദൊക്കെ ഉണ്ടായിരുന്നു. ഇനി എതിർസ്ഥാ കീറിയ പറഞ്ഞില്ലേ? അപ്പൊ പുരേ മൗലൂദൊക്കെ കഴിഞ്ഞ് വരികയാണ് ചെക്കൻ. എന്തായാലും രക്ഷപ്പെടട്ടെ, നല്ല ഭാവി ഉണ്ടാവട്ടെ. എന്താ പണി? കമ്പനിയിലാണ് മാമന്റെ ഷോപ്പ്. നമ്മക്കൊണ്ട് കൊറേ മാമന്മാര് കപ്പയി നട്ട് വല്ലാണ്ട്. ഓക്കെ, ബാക്കി കാണാം. പണ്ടാട്ടി ലിപ്സ്റ്റിക് ഇടുക കേട്ടോ. സെറ്റാ. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. കുറേ ടൈം ഇവിടെ പോസ്റ്റാണ്. ഇനി ഇപ്പൊ 7 മണി ആയിട്ടുള്ളൂ. 8 മണിക്കാ ഫ്ലൈറ്റ്. ഓടി കഴിച്ച് ചായ പോലും മര്യാദയ്ക്ക് കുടിക്കാണ്ട് വന്നായിരുന്നു. ഇവിടെ വന്ന് പോസ്റ്റായി. അഞ്ചു, നീ എക്സൈറ്റ്മെന്റ് ആണോ? എന്താ എനിക്ക് ഈ ട്രിപ്പിൽ എന്ത് ചെയ്യാൻ ആഗ്രഹം? ഒക്കെ പറഞ്ഞു. താജ്മഹലിൽ പോയാലോ? പിന്നെ വേറെന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? എന്താണ്? സരോജിനി മാർക്കറ്റിൽ പോയിട്ട് കാലിന്റെ വിരള മുതൽ തലമുടി വരെ വേണ്ടത് എന്തും വാങ്ങിക്കോ. അത്രക്ക് സമ്പാദിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇപ്പൊ സരോജിനി നഗറിനെ കുറിച്ച്, മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവര് ഇത് കമന്റ് ഇടണം കേട്ടോ. വണ്ടി ഒന്ന് കേറി എന്ന് പറഞ്ഞ മറ്റേ വിമാനത്തിന്റെ കണ്ടക്ടർ വന്ന് വിളിച്ച് ഞങ്ങളിത് ആ ഫ്ലൈറ്റിലേക്ക് കയറി. ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എയർപോർട്ടില്? സൂപ്പറായിരുന്നു. എനിക്ക് തീരെ ഇതല്ലേ, സൂപ്പറല്ലായിരുന്നു. എയർപോർട്ടിൽ എന്തേ തോലെ ചെക്കിങ്ങും തേങ്ങാപ്പിണ്ണാക്കും അതും ഇതും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷെ ഹാൻഡ് ബാഗൊക്കെ സാധാരണ ഞാൻ ഇങ്ങനെ ഒന്നും കൊണ്ടുപോകല്ല. പക്ഷെ ഇപ്രാവശ്യം ഹാൻഡ് ബാഗ് കിലോ കൂടുതലായിരുന്നു. അതിൻ്റെ ഒരു സാധാരണ എന്തെങ്കിലും ഒരു ബോക്സ് മാത്രം ഉണ്ടാകുക. ഫ്ലൈറ്റ് കയറിയതിനു ശേഷം ഭയങ്കര വിശപ്പ്. എന്താ അറിയില്ല, വരുന്ന വഴിക്കാണ് ഞങ്ങൾക്ക് മര്യാദയ്ക്കൊന്നും ചാടിക്കാനോ ഫുഡയക്കാനോ ഒന്നും പറ്റിയില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്റ്റോക്ക് കരുതിന് കേട്ടോ. ലേസ് ഉണ്ട്, കേക്ക് ഉണ്ട്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ബാഗിൽ, 5 ബാഗിൽ. അതിനായിട്ട് ഞങ്ങളൊരു ബാഗാണ് എടുത്തേക്ക്. എന്നിട്ട് അതൊക്കെ അങ്ങനെ തിന്ന് കുത്തിയിരുന്നത് കേട്ടോ. ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തീറ്റി തുടങ്ങി. അവിടെയും ഞങ്ങളെ റൊമാൻറ്റിക് വിടൂല. അപ്പം ഞങ്ങൾ ആട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ലൈസൊക്കെ കൊടുത്ത് നല്ല ആസ്വദിച്ച് തിന്നിങ്ങനെ ഇരിക്കുക. അപ്പം ഫ്ലൈറ്റ് മെല്ലെ അങ്ങനെ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞങ്ങളെ സാധനങ്ങളാണ് ഞങ്ങളിങ്ങനെ ഇപ്പം തീരും. ഞങ്ങൾ അടുത്ത് അത് തിന്ന് തീർന്നപ്പം കേക്ക് തിന്നണം തോന്നി. ബ്രൗണി ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രൗണി ഇങ്ങനെ തിന്നുക. ഫൈനലി ഇറ്റ്സ് ടേക്കിംഗ് ഓഫ്. വി ആർ ഫ്ലൈയിങ് ഗൈസ്. അതാ ഞങ്ങളിതാ കോഴിക്കോട് നിന്ന് പറന്ന് പൊങ്ങി. പരുപ്പമ്പോയിൽ കാണുന്നുണ്ട്, താമരശ്ശേരി കാണുന്നുണ്ട്. അതാ ഓള് പറയും നോക്ക്, നരിക്കുനിയും കാണുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല വിശക്കുണ്ട്, സത്യം പറയാനോ.
വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ തീർക്കലാണ് ഞങ്ങളെ ഡ്യൂട്ടി. പായസം ഉണ്ട്, പായസം ബ്രൗണി വളരെ മികച്ച കെട്ടി. ഞങ്ങളപ്പുറം കൂടി പായസം, ബ്രൗണി, സ്പ്രിങ്കിൾസ്. ഓൻ പറഞ്ഞ സ്റ്റാൻഡേർഡാണ്. ഓനിങ്ങനെ പോകുമ്പോ സാധാരണ ഇങ്ങനെ ഒന്നല്ലാന്ന് പറഞ്ഞത്. ഞങ്ങള് പിന്നെ ഞങ്ങളതൊക്കെ തിന്ന് തീർത്ത് ലാസ്റ്റുള്ള കേക്കിന്റെ കഷ്ണവും തിന്ന് പെപ്സി ഉണ്ടായിരുന്നു. പെപ്സി ഞങ്ങൾ മാറി മാറി കുടിച്ച് എല്ലാം കൂടി കുടിച്ചപ്പോൾക്ക് വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് പിന്നെ നല്ല ക്ഷീണമായി. അങ്ങനെ മന്ദമാരുതൻ ഞങ്ങൾ ഉറക്കത്തിലേക്ക്. അല്ല, അങ്ങനെ 2-2.5 മണിക്കൂർ ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞിരുന്ന് ഉറങ്ങി. പിന്നെ ഒന്ന് ഉറക്കമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നേ ഉള്ളു. ഞങ്ങൾ ആ ഡൽഹിയിൽ ഇങ്ങോട്ട് ഇറങ്ങാൻ പോവാ. ഫൈസിനോട് ഞാൻ ചോദിക്കാം, ഇനി ഉറങ്ങീനോ ഫൈസേ? ഫുൾ സെറ്റാണ്. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഞാൻ തീരെ ഉറങ്ങിയില്ല. ഒരു പോത്ത് പോലെ കിടന്നുറങ്ങിയത് എൻ്റെ നേരെ അപ്പുറത്തത് കയറി. അല്ല, അങ്ങനെ നീണ്ട ഇടവേളകൾക്ക് ശേഷം ഞങ്ങൾ ഡൽഹി നിലം കണ്ടിട്ടോ. ഡൽഹിയിലത്തെ വെളിച്ചങ്ങളൊക്കെ അങ്ങനെ കാണുന്ന ഓരോ സ്ഥലങ്ങളുണ്ട് ഡൽഹിയിൽ. അതാ കാണുന്ന ആ ലൈറ്റ്, ആ മിന്നുന്ന ലൈറ്റാണ് ദരിയാഗഞ്ച്, ജമാ മസ്ജിദ്, കുത്തുബ് മിനാർ, ഡൽഹി ഗേറ്റ്, അങ്ങനെ എല്ലാം ഞങ്ങൾ ഇവിടുന്ന് തന്നെ കാണുന്നുണ്ട്. എങ്ങനെയൊക്കെ ഞങ്ങൾ ഫ്ലൈറ്റ് നിലം തൊടിയിച്ച അൽഹംദുലില്ലാ അവിടെ എത്തിയല്ലോ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നല്ല, ഇവിടെ തണുപ്പ് കുറച്ച് കൂടി വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ അറിയാം ബാക്കി. അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി ഉള്ളിലെത്തിയിട്ട് മറ്റേ പെട്ടി വരാൻ വേണ്ടി ബാഗേജിന് വെയിറ്റിങ്ങിലാട്ടോ ഉള്ളത്. ഇനി അതൊന്ന് കിട്ടിയാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് പോയി റൂമിൽ പോയി കിടന്നുറങ്ങാൻ നല്ല ക്ഷീണമുണ്ട്. അപ്പൊ നമ്മൾ റൂമിലെത്തി. ഇതാണ് ഞങ്ങളെ റൂം. ഇവിടെ റൂമൊക്കെ ഞങ്ങൾക്ക് ആദ്യമേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് റൂമൊന്നും ഞങ്ങൾക്ക് പൈസ എടുത്ത് നിൽക്കേണ്ടിയൊന്നും വന്നില്ല. എൻ്റെ ഓഫീസ് ഡൽഹിയിലായതുകൊണ്ട് എൻ്റെ ഫ്ലാറ്റ് വരുത്തുന്നുണ്ട്. അപ്പം റൂമൊക്കെ സെറ്റാണ്. ഞങ്ങളിനി എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് റൂമൊക്കെ ഒക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിടാൻ പറഞ്ഞതിന് വരുമ്പോൾ. അപ്പോൾ എന്തായാലും സെൽഫി സ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നല്ല തണുപ്പാണ്, വർത്താൻ പറയാനൊന്നാവുന്നില്ല. ഒരാളിവിടെ വന്ന് തൊപ്പിയോ ഒക്കെ ഇട്ട് സെറ്റായി. ഇനി ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം. അപ്പം ഗുഡ് നൈറ്റ്. അഞ്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ടാറ്റ ബൈ ബൈ, ടാറ്റ ബൈ ബൈ, ടാറ്റ ബൈ ബൈ.